ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തൈയെങ്കിൽ തൈ ഡിയർ പ്യാരിലാൽ, നിങ്ങൾ ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. പക്ഷേ ഇന്ന് നിങ്ങൾ ഞങ്ങൾക്കൊരു വലിയ നോവായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ഈ വിയോഗം ഞങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. 1969 ഒക്ടോബർ മാസം 10 നോർത്ത് പറവൂരിലെ ചിറ്റാരക്കര എന്ന ദേശത്ത് ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഏറ്റവും ഇളയ മകനായി ജനനം. വടക്കൻ പറവൂർ ഗവൺമെൻറ് സ്കൂളിൽ പ്രാഥമിക പഠനം, മാലിയങ്കര SNM കോളേജിൽ പ്രീ ഡിഗ്രി, മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദം. തൻ്റെ കലാജീവിതത്തിലെ മാറ്റിവെക്കാനാകാത്ത ഒരു ഈടാണ് മഹാരാജാസ് കോളേജിലെ പഠനകാലം. ക്ലാസ് റൂമിൽ നിന്ന് കലോത്സവ വേദികളിലേക്ക്, അങ്ങനെ തുടർച്ചയായി 3 വട്ടം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മികച്ച മിമിക്രി കലാകാരനുള്ള പട്ടവും അദ്ദേഹത്തെ തേടിയെത്തി. അവിടെ നിന്ന് നേരെ കലാഭവനിലേക്കും പിന്നീട് ഏഷ്യാനെറ്റിലെ കോമിക് കോള എന്ന ചാനൽ പരിപാടിയിലൂടെ അദ്ദേഹം മിനി സ്ക്രീനിൽ സുപരിചിതനായി മാറുകയായിരുന്നു. 1997 സിദ്ദിഖ് ഷമീറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലൂടെ സലീം കുമാർ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചു. ആദ്യ സിനിമയ്ക്ക് ശേഷം നിരവധി ചെറിയ വേഷങ്ങളിൽ അദ്ദേഹം പ്രേക്ഷകരുടെ മുന്നിലെത്തിയെങ്കിലും സുരേഷ് ഗോപി ചിത്രമായ സത്യമേവ ജയതയായിരുന്നു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് നൽകിയത്. പിന്നീട് മലയാള സിനിമ കണ്ടത് സലീം വസന്ത കാലഘട്ടമായിരുന്നു. നിരവധി ചിത്രങ്ങളിലൂടെ ഹാസ്യവേഷ പകർച്ചയിലൂടെ അദ്ദേഹം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി. വാട്സപ്പ് മീമുകളിലൂടെയും സന്ദർഭോചിതമായ സംഭാഷണങ്ങളിലൂടെയും ആ സലീം കുമാർ ക്യാരക്ടറുകൾ ഇന്നും മലയാളി മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. മണവാളൻ മഴ നേരത്തെ എത്തും പാലക്കാട്. താൻ എന്താ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലോ. എന്തേ? ആ പേപ്പറേ. സോറി സാബ്ജി. സി മിസ്റ്റർ രാജേഷ് ഖന്ന, ഇപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വെള്ളം ഒഴിക്കാമോ? ആ ശരി. ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹണ്ണക്കാരനാ? ദേഹത്ത് എണ്ണേറണമെന്ന് ചോദിക്കുക. അതെന്താ നിന്നെ അച്ചാറിടാൻ പോകുന്ന രാമൻകുട്ടി അച്ചാർ? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? അതെങ്ങനെ മനസ്സിലായി? മോനെ, കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തല് പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ 2 കുടുംബക്കാരും തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കി ചെയ്യാം. എടാ, ഹോം അപ്ലയൻസ് ഓഫ് ദ 2 families, you are the link. ലിങ്കോ? No, you are the link of the link. The 2 families attached to the bathroom, your family's food and accommodation. What do you mean? അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ. പോടാ. പോയി ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ച് വന്നിരിക്കുന്നു. 2004 പുറത്തിറങ്ങിയ പെരുമഴക്കാലം എന്ന ചിത്രത്തിലൂടെ കോമഡി റോളുകൾ മാത്രമല്ല തനിക്ക് വഴങ്ങുക എന്ന സലീം കുമാർ കാണിച്ചു തന്നു. 2005 അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലൂടെ മികച്ച 2ാമത്തെ നടനുള്ള കേരള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. 2010 ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരവും അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തുകയുണ്ടായി. താൻ ഒരു അഭിനേതാവ് മാത്രമല്ല, നല്ലൊരു കഥാകൃത്തും സംവിധായകനുമാണെന്ന് കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാൻ കേക്കുമാറാകണമേ എന്നീ ചിത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മളെ കാണിച്ചു തരികയുണ്ടായി. ഈ കഴിവിന് അംഗീകാരം എന്ന പോലെ 47ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച കഥയ്ക്കുള്ള അവാർഡ് കറുത്ത ജൂതൻ എന്ന സിനിമയിലൂടെ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. ജനനം എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും മരണം എന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടത്തുന്ന യാത്രയാണ് ജീവിതമെന്ന് ഈശ്വര വഴക്കില്ലല്ലോ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നു. 1969 വടക്കൻ പറവൂരിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിന്റെ ഈ യാത്ര വടക്കൻ പറവൂരിലെ ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രിയ ഭവനത്തിന്റെ മുമ്പിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ആ ലാഫിംഗ് വില്ലയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാത്രം. ഈ യാത്ര അല്പം നേരത്തെയായി പോയി എന്ന് മാത്രം. നല്ല ഓർമ്മകളും നല്ല കുട്ടിക്കാലവും നല്ല ബാല്യവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയ സലീമേട്ടന് വി വിൽ മിസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.